ഉമർ റളിയല്ലാഹുവും അബൂബക്കർ തങ്ങളും വലിയ കൂട്ടുകാരായിരുന്നു. എപ്പോൾ കണ്ടുമുട്ടുമ്പോഴും അബൂബക്കർ റളിയല്ലാഹു ആണ് ആദ്യം സലാം പറഞ്ഞിട്ട് തുടങ്ങുക. അപ്പോൾ ഉമർ റളിയല്ലാഹു സലാം അടക്കും. എപ്പോഴും അങ്ങനെയാണ്. ഒരു ദിവസം അബൂബക്കർ റളിയല്ലാഹു ഉമർ റളിയല്ലാഹുവിനെ കണ്ടപ്പോൾ സലാം പറഞ്ഞില്ല. അത് ഉമർ റളിയല്ലാഹുവിന് വളരെ വിഷമായി. അദ്ദേഹത്തിന് ഇത്തിരി കുറുമ്പും സൗന്ദര്യപ്പണക്കൊക്കെ ഉള്ള ആളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പ്രവാചകന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് പരാതി പറഞ്ഞു, നബിയെ, എന്നെ ഇന്ന് അബൂബക്കർ തങ്ങൾ കണ്ടപ്പോൾ സലാം പറഞ്ഞില്ല. പ്രവാചകൻ ഉടനെ അബൂബക്കർ തങ്ങളെ വിളിച്ചു വരുത്തി കാര്യം അന്വേഷിച്ചു. അബൂബക്കർ തങ്ങൾ മറുപടി പറയുന്നുണ്ട്, നബിയെ, ഇന്നലെ ഉറങ്ങുമ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. സ്വർഗമായിരുന്നു അത്. സ്വർഗത്തിലെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടന്നു നീങ്ങുമ്പോൾ മനോഹരമായ ഒരു ബംഗ്ലാവ് കണ്ടു നബിയെ. ഞാൻ അവിടുന്ന് ചോദിച്ചു, ആർക്കാണ് ഇത്രയും മനോഹരമായ ബംഗ്ലാവ്? അവിടുന്ന് മറുപടി പറഞ്ഞു, രണ്ട് സ്നേഹിതന്മാർ കണ്ടുമുട്ടുമ്പോൾ ആദ്യം സലാം പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നവർക്കുള്ളതാണ് ഇത്രയും മനോഹരമായ സ്വർഗത്തിലെ ഈ ബംഗ്ലാവ്. പിറ്റേന്ന് ഉറക്കമുണർന്ന് രാവിലെ ഉമറിനെ കണ്ടപ്പോൾ ആ ബംഗ്ലാവ് ഉമറിന് കിട്ടട്ടെ എന്ന് ഞാൻ ആശിച്ചു പോയി. അതുകൊണ്ടാണ് ഞാൻ സലാം പറയാതിരുന്നത്. ഇതിലും മനോഹരമായൊരു സ്നേഹത്തിൻ്റെ കഥ മുൻപ് എവിടെയാണ് നാം കേട്ടിട്ടുള്ളത്?